ഹലോ ഫ്രണ്ട്സ്, EarlyBird ഡിസൈൻ സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ തുടങ്ങി ഇന്നേക്ക് 1 വർഷം തികയുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഡിസൈൻ ഒരു കരിയറായി സ്റ്റാർട്ട് ചെയ്ത് വളരെയധികം സീരിയസോടെ കാണുന്ന ഒരാളാണെന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ഉള്ള ആളാണെങ്കിലും വളരെ നമുക്ക് ഉപകാരപ്രദമായ കുറേ ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എന്തെന്നാൽ പല ഫ്രണ്ട്സും പറയാറുണ്ട്, എന്താണെന്നറിയില്ല, എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഡിസൈനിന് ഒരു ക്വാളിറ്റി വരുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എത്ര സമയം സ്പെൻഡ് ചെയ്താലും ആ ഡിസൈനിലേക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റൈല് വരുന്നില്ല, അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഇന്ന് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചില ടിപ്സാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിന് ഞാനൊരു 6 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമേജസിനെ കുറിച്ചാണ്. അതായത് നിങ്ങളിപ്പോൾ ഡിസൈൻ, ഒരു ഗ്രാഫിക് ഡിസൈൻ ആയിക്കോട്ടെ, ഒരു വെബ്സൈറ്റ്, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൽ ഉപയോഗിക്കുന്ന ഇമേജസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇമേജസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെസൊല്യൂഷനാണ്. നിങ്ങളുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിലുപയോഗിക്കുന്ന ഇമേജ് വളരെയധികം നല്ല റെസൊല്യൂഷനുള്ള ഇമേജ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. പലരും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നേരെ ഗൂഗിളിൽ പോയി ഒരു ഇമേജ് സെർച്ച് ചെയ്ത് ആ ഇമേജിനെ ഉപയോഗിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുമാത്രമല്ല, നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇമേജസ് മിക്കപ്പോഴും മറ്റ് പല വെബ്സൈറ്റിലും ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസിനെയാണ് ഗൂഗിൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊരു 2 വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആ വെബ്സൈറ്റിൽ നിന്നുള്ള ഇമേജ് നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റെസൊല്യൂഷനും നല്ല ഹൈ പ്രൊഫഷണലായിട്ടുള്ള ഇമേജസ് നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ പോകേണ്ടത് pexels.com എന്ന വെബ്സൈറ്റാണ്. ഇനിയൊന്ന് അൺസ്പ്ലാഷ് എന്ന വെബ്സൈറ്റാണ്. ഈ 2 വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ഇമേജസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. എന്ത് വർക്ക് വന്നാലും ഈ 2 വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ഇമേജസും കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ഡിസൈനിങ്ങിൻ്റെ ഒരു ശീലമായി മാറ്റുക. നല്ല റെസൊല്യൂഷനുള്ള ഇമേജ്. ഇനി നല്ല റെസൊല്യൂഷനുള്ള ഇമേജ് മാത്രം പോരാ. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയിലായാലും ഡിസൈൻ ചെയ്യുമ്പോഴായും റൂൾ ഓഫ് തേർഡ് എന്ന ഒരു ഡിസൈൻ സങ്കേതം, ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റൂൾ ഓഫ് തേർഡ് നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഇതുപോലെ ഭാഗിച്ചിരിക്കുന്നത് കാണാം. നിങ്ങളുടെ ക്യാമറയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോഴായാലും ഇതുപോലെ നമുക്ക് ഗ്രിഡ്, ഇതുപോലെ ലൈൻസ് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ കാണാൻ പറ്റും. ഈ 2 ലൈനും ജോയിൻ ചെയ്യുന്ന സ്ഥലത്താണ് ഇതിൻ്റെ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്താ സബ്ജക്റ്റ്, എന്താ അത് എവിടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മിക്കവാറും ഫോട്ടോഗ്രാഫേഴ്സ് ഇത് ഫോളോ ചെയ്തിട്ട് തന്നെയായിരിക്കും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇതുപോലെ റൂൾ ഓഫ് തേർഡ് ഫോളോ ചെയ്തിട്ടായിരിക്കും ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡിസൈനിലും ഈ ഇമേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പരമാവധി നമ്മളുടെ ആ ഡിസൈനിൽ നമ്മൾ കൊണ്ടുവരുന്ന ഇമേജും അതുപോലെ തന്നെ ആ റൂൾ ഓഫ് തേർഡ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു ഇമേജ് കൊണ്ടുവന്നാൽ അത് നമ്മൾ സ്കെയിൽ ചെയ്ത് നമ്മൾ ആർട്ട് ബോർഡിൽ വെക്കുമ്പോഴും അത് ആ റൂൾ ഓഫ് തേർഡ് ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഡിസൈനിൽ നമ്മൾ കൊണ്ടുവെക്കുക. അതുപോലെ തന്നെ ഇമേജ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മളതിനെ സ്ട്രെച്ച് ചെയ്ത് അതിൻ്റെ പ്രൊപ്പോർഷൻ കളയാൻ പാടില്ല. ഇതുപോലെ ഒന്ന് സ്കെയിൽ ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, വിഡ്ത്തും ഹൈറ്റും നമ്മളുടെ പ്രൊപ്പോർഷൻ നഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ചെയ്യാതെ എപ്പോഴും നമ്മൾ അതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളതിനെ സ്കെയിൽ ചെയ്യുക. ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ പുതിയ വേർഷനിലൊക്കെ ഇതിൻ്റെ ആവശ്യമില്ല, അത് അല്ലാതെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈൻ ടൂൾ ഏതായാലും, നിങ്ങളിനി ഫിഗ്മ ആയിക്കോട്ടെ, ഫോട്ടോഷോപ്പ് ആയിക്കോട്ടെ, ഏതിലായാലും നിങ്ങൾ ഈ പോയിൻ്റ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇമേജ്, നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു കളർ പാറ്റേൺ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈനിൽ ഒരു ബ്ലൂ കളറാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജസ് പരമാവധി ആ ഒരു കളർ ടോണിലേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
പരമാവധി ഒരു ബ്ലൂ കളർ തന്നെ വരുന്ന രീതിയിലുള്ള ഇമേജസ് കൂടുതലായി അതിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നതിൽ റെഡിൻ്റെ ചെറിയൊരു പോർഷൻ ഉണ്ടെങ്കിൽ തന്നെ കൂടുതലും ഇതിനെ ഞാനൊരു ബ്ലൂ തീമിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ഷിപ്പ് അതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഒരു ബ്ലൂ തീം, ഒരു കടലിൻ്റെ ഒരു ബ്ലൂ കളർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇമേജും അത്തരത്തിൽ തന്നെയുള്ള ഇമേജ് കിട്ടുമോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു യുണീക്കായിട്ടുള്ള ഇമേജ് കിട്ടുമോ എന്ന് ശ്രമിക്കുക. നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അധികം ഡിസൈനിലൊന്നും കണ്ടുവരാത്ത തരത്തിലുള്ള ഇമേജ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ അതായത് ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു പോർഷനാണ്, ഈ ഹീറോ ബാനർ എന്ന് പറയുന്ന ഈ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ തന്നെ പരമാവധി നല്ലൊരു ഇമേജ് കൊണ്ടുവന്ന് നമ്മുടെ വെബ്സൈറ്റിൻ്റെ യൂസേഴ്സിൻ്റെ ഒരു അട്രാക്ഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നമുക്കുണ്ടാവും. അപ്പോൾ പരമാവധി നല്ലൊരു ഇമേജ് തന്നെ, വളരെ യുണീക്കായിട്ടുള്ള ഇമേജ് ഒന്നും കിട്ടുമോ എന്ന് ശ്രമിച്ച് നോക്കുക. അത്തരത്തിലുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇമേജ് നമ്മുടെ ഹീറോ ബാനറിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവേണ്ടത്. അടുത്ത നമ്മൾ പോയിന്റ് പറയാൻ പോകുന്നത് കളറിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മിക്കവാറും നമ്മൾ കളർ പിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ലോഗോയിൽ നിന്നുള്ള ഒരു കളറായിരിക്കും മിക്കവാറും നമ്മൾ പിക്ക് ചെയ്തെടുക്കുക. ഇനി ആ കളർ ഫോളോ ചെയ്താൽ തന്നെ ആ കളർ യൂസ് ചെയ്യുന്നതിന് തന്നെ ചില ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഒരുപാട് കളർ നിറച്ച് നമ്മുടെ ഡിസൈനിനെ വല്ലാണ്ട് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലാക്കരുത്. അത് കാണുന്നവർക്ക് കണ്ണിനൊരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും വളരെയധികം മിനിമലായിട്ടുള്ള കളർ യൂസ് ചെയ്യുക. ആ കളർ യൂസ് ചെയ്യാൻ തന്നെ ഒരു റൂളുണ്ട്, അത് എല്ലാവരും ശ്രദ്ധിക്കുക. 60-30-10 റൂൾ എന്നാണ് ഇതിന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഇൻറ്റീരിയർ ഒരു ഡിസൈൻ നമുക്ക് എടുക്കുക. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ കണ്ടില്ല 60-30-10. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറിൻ്റെ ഒരു റേഷ്യോ നമുക്കറിയാൻ പറ്റും. ഇതേ ഒരു 30% വന്നിട്ടുണ്ട്. കൂടുതലായി ഈ കളറാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം. 60. ഈ മെയിനായിട്ടുള്ള കളർ ഇതുപോലെ ഒരു 60% യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂം എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഒരു 60% ഈ ഒരു കളർ തന്നെ വരും. പിന്നെ ഈ ഒരു പോർഷൻ ഇത് 30% ആണ്. പിന്നെ വളരെ കുറഞ്ഞ ഒരു 10% മൂന്നാമതൊരു കളർ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രൈമറി, സെക്കൻഡറി, ആക്സൻറ്റ് കളർ, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ കളറിനെ തിരിക്കാം. അപ്പോൾ നമ്മൾ ഡിസൈനിലും നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ ഏത് കളറാണോ കൂടുതൽ യൂസ് ചെയ്യേണ്ടത് അത് ഈ ഒരു റേഷ്യോ എപ്പോഴും മനസ്സിലോർക്കുക ഡിസൈൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് കളറിൽ നല്ലൊരു ഹാർമണി കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നല്ല കളർ എങ്ങനെ പിക്ക് ചെയ്യാമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മുടെ ഡിസൈനിൽ നല്ലൊരു കളർ എങ്ങനെയാണ് കൊണ്ടുവരിക? അതിനുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു ടീമിൻ്റെ വെബ്സൈറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള കുറച്ച് ഇമേജസ്, ഇൻറ്റീരിയർ ഡിസൈനും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമേജസ് കൊണ്ടുവരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കളർ പിക്ക് ചെയ്തെടുക്കാൻ പറ്റും, കൂടുതൽ കളർ ഏതാണോ എന്ന്. ഈ മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കളർ പിക്ക് ചെയ്യുന്നത് നല്ലൊരു മെത്തേഡാണ്. അത് നല്ലൊരു പ്രാക്ടീസാണ്. എല്ലാവരും അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇതുണ്ട്, ഇതുപോലെ മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൽ നിന്ന് കളർ പിക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ടെക്സ്റ്റിന് ഉപയോഗിക്കുന്ന കളർ ഇതിപ്പം ബ്ലാക്ക് അല്ല, ബ്ലാക്കിന് തൊട്ട് താഴെയുള്ളൊരു കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസൈനിൽ ഈ ബ്ലാക്ക് കളർ വല്ലാണ്ട് ഷൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ണിനൊരു കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് കളറിന് തൊട്ട് താഴെയുള്ള കളർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബ്ലൂ ആണല്ലോ നമ്മുടെ പ്രൈമറി കളർ. ആ ബ്ലൂവിൽ നിന്നും ചെറിയൊരു വേരിയേഷനുള്ള കളർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഈ കളർ സെലക്ഷനാണ് പലർക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനുള്ള ഒരു വെബ്സൈറ്റാണ് കളർ മൈൻഡ്. ഇത് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അത് കാണാത്തവർക്കായി ഒന്നുകൂടി പറയുകയാണ്. ഇപ്പം നമ്മൾ ഒരു കളർ സെലക്ട് ചെയ്തു. ഇപ്പം എൻ്റെ പ്രൈമറി കളർ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കളറിനെ ലോക്ക് ചെയ്തു. അപ്പോൾ ഈ കളറിന് മാച്ചാവുന്ന തരത്തിലുള്ള മറ്റ് കളറുകൾ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിതിനെ ലോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ജനറേറ്റ് കൊടുക്കുക. ഈ കളറിന് മാച്ചാവുന്ന തരത്തിലുള്ള മറ്റ് കളേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയൊരു കളർ വരുന്നത്. അപ്പോൾ ഞാൻ ഈ 2 കളർ സെലക്ട് ചെയ്തു. എനിക്ക് ഈ 2 കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുക. അപ്പോൾ അതും കൂടി ഞാൻ ലോക്ക് ചെയ്യുക. അപ്പോൾ ജനറേറ്റ് കൊടുക്കുക. അപ്പോൾ ഈ 2 കളറിന് മാച്ചാവുന്ന തരത്തിലുള്ള പുതിയ മറ്റ് കളേഴ്സ് ഈ വെബ്സൈറ്റ് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി നമ്മൾ ഈ കളർ കോഡ് യൂസ് ചെയ്ത് നമ്മുടെ ഡിസൈനിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2 സെക്ഷൻ
കവർ ചെയ്ത് കഴിഞ്ഞു. ഇമേജസും കളറും അടുത്തതിലോട്ട് കിടക്കുകയാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫോണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശരിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഫോണ്ടിൻ്റെ സെലക്ഷൻ. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഫോണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഡിസൈനിൻ്റെ മൂഡ് എന്താണോ അതുപോലെ ആ രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഡിസൈനാണെങ്കിൽ ആ രീതിയിലുള്ള ഫോണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള രീതിയിലുള്ള ഫോണ്ടാണ് ഡിസൈനാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ലൈൻ ഹൈറ്റ്, കേണിങ്. അതുപോലെ വളരെ മിനിമലായിട്ടുള്ള ഫോണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഡിസൈനിൽ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഒരുപാട് ഫോണ്ട്സ് ഒരു ഡിസൈനിൽ തന്നെ കൊണ്ടുവരുന്നത്. അതൊരിക്കലും നല്ലൊരു പ്രാക്ടീസ് അല്ല. നമ്മൾ കൂടി വന്നാൽ അപ്പുറത്തേക്ക് ഒരു മൂന്നാമതൊരു ഫോണ്ട് കൂടി യൂസ് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരുപാട് ഫോണ്ട്സ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ശീലമല്ല. ഇനി ഈ ഫോണ്ട് ട്രീറ്റ് ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം നമ്മുടെ എന്താണോ വിഷയം, പറയാൻ പോകുന്ന വിഷയം, അതിന് അനുസരിച്ചുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ കുറച്ച് ഡിസൈനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും ഏത് തരത്തിലുള്ള ഫോണ്ടായിരിക്കും എൻ്റെ വർക്കിന് സെറ്റാവുക എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിൽ ഫോണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടുത്ത ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള 2 ഫോണ്ടുകൾ, ഇച്ചിരി വലിയ ബോൾഡ്, അതിൻ്റെ കൂടെ ഒരു റെഗുലർ ഫോണ്ട്, ഇതൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് അതിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തുക. നമ്മളിതിനെ ഫോണ്ട് ട്രീറ്റ് ചെയ്ത് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ടൈപ്പോഗ്രാഫി എന്നാണ് പറയുക. അപ്പോൾ അതൊന്നും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഞാൻ ലൈൻ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ ഒരു 14 ഫോണ്ട് സൈസ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ലൈൻ ഹൈറ്റ് കിട്ടാൻ വേണ്ടി 14 × 1.5 ഇതായിരിക്കും ഇതിൻ്റെ ലൈൻ ഹൈറ്റ്. അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം അതൊക്കെ ഒന്ന്, ഇത് ഓരോ ഫോണ്ടിനും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഏതാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ടിന് സെറ്റാവുക ആ രീതിയിൽ. ഇത് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കി ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫോണ്ടിന് ഏതാണ് കേണിങ്, ഏതാണ് ശരിയാവുക, ഏതാണ് ലൈൻ ഹൈറ്റ് ശരിയാവുക, ഇതൊക്കെ നിങ്ങൾ നോക്കി സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ട് സെരിഫാണോ സാൻസ് സെരിഫാണോ എന്നുള്ളത് നോക്കി ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ഫോണ്ടിനാണ് സെരിഫ് ഫോണ്ട് എന്ന് പറയുന്നത്. ഇത് സാൻസ് സെരിഫ് ഫോണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഡിസൈനിന് ഏത് ടൈപ്പിലുള്ള ഫോണ്ടാണ് അനുയോജ്യമായിട്ട് ചേരുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഫോണ്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഫോണ്ട് സെലക്ട് ചെയ്യാനുള്ളൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ വെബ് ഫോണ്ട് എന്നുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള ഫോണ്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കിടക്കുകയാണ്. അത് ഐക്കൺസിനെ കുറിച്ചാണ്. ഏത് തരത്തിലുള്ള ഐക്കൺസാണ് നമ്മൾ ഡിസൈനിൽ ഉപയോഗിക്കേണ്ടത്, സോളിഡ് ആണോ, ഔട്ട്ലൈൻ ആണോ, അതുപോലെ സ്ട്രോക്ക് വിഡ്ത്ത്, അത് ഏത് ടൈപ്പ് ഐക്കൺ, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോളിഡ് ആയിട്ടുള്ള ഐക്കണുണ്ട്, ഔട്ട്ലൈൻ ആയിട്ടുള്ള ഐക്കണുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഐക്കൺ നിങ്ങൾ ഫോളോ ചെയ്യുക. രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡിസൈനിൽ കൊണ്ടുവരാൻ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾ സോളിഡാണ് നിങ്ങളുടെ ഡിസൈൻ യൂസ് ചെയ്യുന്നത്, അത് തന്നെ എല്ലായിടത്തും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഔട്ട്ലൈൻ അത് തന്നെ ഫോളോ ചെയ്യുക. രണ്ടും മിക്സ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. അത് നമ്മുടെ ഡിസൈനിന് ഒരു ക്വാളിറ്റി കൊണ്ടുവരുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഐക്കണൊക്കെ ഡൗൺലോഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്ട്രോക്ക് വിഡ്ത്ത്, ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ട്രോക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ സ്ട്രോക്ക് വിഡ്ത്ത് അതേ സ്ട്രോക്ക് വിഡ്ത്ത് തന്നെ എല്ലായിടത്തും എല്ലാ ഐക്കണും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നിങ്ങൾ ഇതുപോലെ, ഞാനിപ്പോൾ പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്ലഗിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഒരേ തരത്തിലുള്ള ഐക്കൺസ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫിഗ്മയിൽ ഇതുപോലെ പ്ലഗിൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഇത് മെറ്റീരിയൽ ഐക്കൺസിൻ്റെ പ്ലഗിനാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഏത് ഐക്കണാണ് വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഐക്കണൊക്കെ എപ്പോഴും ഒരേ സ്ട്രോക്ക് വിഡ്ത്ത് തന്നെ ആയിരിക്കും.
ഇനി ഐക്കൺ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നൗൺ പ്രൊജക്റ്റ് എന്ന വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഐക്കൺസ് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലുള്ള ഐക്കൺസ് പലതും പല സ്ട്രോക്ക് വിധത്തിലായിരിക്കും ഉണ്ടാവുക. ഡൗൺലോഡ് ചെയ്യുക, അത് നിങ്ങൾ ഇല്ലുസ്ട്രേറ്ററോ അങ്ങനെ വല്ല ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം ഒരേ സ്ട്രോക്ക് വിധത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഡിസൈന് നല്ലൊരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അലൈൻമെൻറ്റാണ്. ഒരു ഡിസൈനിൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു റോള് തന്നെയാണ് അലൈൻമെൻറ്റിനുള്ളത്. അതെന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഞാനിത് ഒരു ഫോണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വിഷ്വലി നമുക്കൊരു സുഖം തരുന്നില്ല, ഒരു ബ്യൂട്ടി കിട്ടുന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഒരു കൃത്യമായൊരു അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരിക. അതുപോലെ അത്യാവശ്യം നല്ലൊരു സ്പേസൊക്കെ കൊടുക്കുക. ബ്രീത്തിങ് സ്പേസ് എന്ന് പറയും നമ്മൾ. അത്യാവശ്യം നല്ലൊരു സ്പേസൊക്കെ കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത ഡിസൈനിൽ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 8ൻ്റെ മൾട്ടിപ്പിൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 8, 16, 32 അതുപോലുള്ള നമ്പേഴ്സ് എല്ലാത്തിലും നമ്മൾ ഇവിടെ ഒരു ഡിസൈൻ ഉണ്ട്, ആ ഡിസൈനിനും നമ്മൾ അത് കൊണ്ടുവരിക. ഇപ്പോൾ 80 അതുപോലെ എല്ലാം അതേപോലെ ശ്രദ്ധിക്കുക. 60 അതുപോലെ ഈ സ്പേസ് കൊടുക്കുന്നത് അതിനും നമ്മൾ ശ്രദ്ധിക്കുക. 16 അല്ലെങ്കിൽ 24. അങ്ങനെ 8ൻ്റെ മൾട്ടിപ്പിൾ നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതും ഡിസൈനിന് നല്ലൊരു ഫീല് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗ്രിഡ് സിസ്റ്റം എന്നുള്ളതാണ്. നമ്മളിവിടെ ഫിഗ്മയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗ്രിഡ് നിങ്ങൾക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ ഗ്രിഡ് നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മളെ ഡിസൈനിൽ കൊണ്ടുവരാം. അപ്പോൾ ഇതിനൊക്കെ ബേസ് ആയിട്ടുകൊണ്ട് നല്ലൊരു അലൈൻമെൻറ്റ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഫീലുള്ളൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഇവിടെ 960.gs എന്നുള്ള വെബ്സൈറ്റാണ്. ഇതിപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഇതെടുക്കാം. ഷോ ഗ്രിഡ് കണ്ടില്ലേ. ഇതുപോലെ നിങ്ങളും ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഗ്രിഡ് സിസ്റ്റം ആഡ് ചെയ്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇമേജസ്, കളറ്, ഫോണ്ട്, ഐക്കൺസ്, അലൈൻമെൻറ്റ്, ഇതിനൊക്കെ നമുക്ക് എവിടെ നിന്നാണ് റെഫറൻസ് കിട്ടുക, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് എടുക്കാൻ പറ്റുക? അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന 4 വെബ്സൈറ്റ് ഇതാണ്: ഡ്രിബിൾ, പിൻട്രസ്റ്റ്, ബിഹാൻസ്, അവാർഡ്. ഈ വെബ്സൈറ്റുകൾ പോയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡിസൈൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഡ്രിബിൾ, പിൻട്രസ്റ്റ്, ബിഹാൻസ്. കണ്ടില്ലേ? നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും മിക്കവാറും ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതിനൊക്കെ നിങ്ങൾക്ക് നല്ലൊരു റെഫറൻസ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നതായിരിക്കും. കണ്ടല്ലേ? അത് നല്ല ഡിസൈനൊക്കെ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള നല്ല ഡിസൈൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഒരു വെബ്സൈറ്റിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ഇവിടെ പോവാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചെയ്യുക. തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. താങ്ക് യു.